ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഒരു 1 ഇയർ ബാക്ക് വീട്ടിലോട്ട് പോയതിൻ്റെ ഒരു വീഡിയോ ഉണ്ടല്ലോ. റീസെൻ്റ്ലി ഞാൻ ഗാലറി ഒന്ന് ക്ലിയർ ചെയ്യാൻ നോക്കിയപ്പോഴാണ് ഈ കുറേ വീഡിയോസ് എഡിറ്റ് ചെയ്യാത്ത ഗാലറിയിൽ കിടക്കുന്നത് കണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് എഡിറ്റ് ചെയ്ത് യൂട്യൂബിലിടാം. അങ്ങനെ പെട്ടിയിലൊട്ടിക്കാൻ വേണ്ടി പേരൊക്കെ എഴുതുന്ന തിരക്കിലായിരുന്നു. അങ്ങനെ വീഡിയോ എടുത്തോണ്ട് ഞാൻ എഴുതിയപ്പം പേര് ചെറുതായി പോയി. പിന്നെ ആ പേപ്പർ അവിടെ മാറ്റി വെച്ച് അങ്ങനെ പേരെഴുതി എല്ലാം സെറ്റാക്കി. ഞാനും നന്ദനെ അന്ന് രാത്രിയായിരുന്നു ഫ്ലൈറ്റ്. രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അടുത്തുള്ള കുറച്ച് പള്ളികളിലൊക്കെ കയറി കുറച്ച് സ്ഥലമൊക്കെ നടക്കാമെന്ന് വിചാരിച്ച് പോയിട്ടുണ്ടായിരുന്നതാണ്. അങ്ങനെ ഞങ്ങൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ താഴ്ന്നു പോകുന്നത് കണ്ടത്. അപ്പം നമ്മളെ മനസ്സിൽ ഹായ്, നമുക്കും രാത്രി ഫ്ലൈറ്റിൽ കയറാമല്ലോ എന്ന് സന്തോഷത്തിൽ ഞങ്ങൾ അങ്ങനെ നടക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ 2-3 ചർച്ചിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഒരു ചർച്ച് വന്നിട്ട് ഫസ്റ്റ് ബസ് ഇറങ്ങിയ സ്ഥലത്തുള്ള ചർച്ചായിരുന്നു. പിന്നെ ഈ ചർച്ച് എന്ന് പറയുന്നത് എയർപോർട്ടിൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ളൊരു ചർച്ചാണ്. ഇതൊരു നല്ല വലിയൊരു ചർച്ചായിരുന്നു. അങ്ങനെ നമ്മൾ ചർച്ചിൽ കയറിയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഉച്ച തൊട്ട് രാത്രി വരെ സമയമുള്ളതുകൊണ്ട് കുറേ നേരം നമ്മൾ ഇവിടെ ഈ പള്ളിയിലായിരുന്നു സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളൊരു വൈകിട്ടായപ്പോഴാണ് എയർപോർട്ടിലോട്ട് കയറിയത്. റോഡ് സൈഡിൽ നിന്ന് തന്നെ ഈ ഒരു കണക്റ്റിംഗ് ബ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ റോഡിൽ നിന്ന് അതുവഴിയാണ് ഞങ്ങൾ എയർപോർട്ടിൽ കയറിയത്. പിന്നെ എയർപോർട്ടിൽ കയറി പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ബാക്കി ഫ്രണ്ട്സും കൂടെ വരാനുണ്ടായിരുന്നു. പിന്നെ അവരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. റോഡിൽ നിന്ന് നിൽക്കുമ്പോൾ ആ കാണുന്ന പള്ളിയിലായിരുന്നു ഞങ്ങൾ ആദ്യം പോയിട്ടുണ്ടായിരുന്നത്. ഫിലിപ്പീൻസിൽ ഞങ്ങൾ എവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ മനിലയിലാണ്. മനിലയിൽ നിന്ന് ഒരു 1 hour ട്രാവൽ ഉണ്ട് ഞങ്ങളുടെ കോളേജിലോട്ട്. പിന്നെ ഫ്ലൈറ്റ് 8 മണിക്ക് എന്തോ ആയിരുന്നു. അങ്ങനെ ഞങ്ങളൊരു 4 മണിയൊക്കെ ആയപ്പോൾ തന്നെ എയർപോർട്ടിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ റോഡിൽ നിന്ന് ഈ ചർച്ചിൻ്റെ സൈഡിൽ നിന്നായിരുന്നു ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നുകൊണ്ട് കുറച്ച് നടക്കുന്നുണ്ടായിരുന്നു കറക്റ്റ് ഫിദയും ഗൗരിയൊക്കെ വരുന്ന സ്ഥലത്തെത്താൻ. പിന്നെ അങ്ങനെ ഞങ്ങൾ അവരും വന്നപ്പോൾ അവരുടെ അടുത്തെത്തി. പിന്നെ ഞങ്ങൾ രാവിലെ ഇറങ്ങിയോണ്ട് തന്നെ കഴിക്കാൻ വേണ്ടി കുറച്ച് കടലയും പയറും എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നന്ദന അവിടെ ഇരുന്ന് കടല കഴിക്കുകയാണ്. പിന്നെ ഇത് എൻ്റെ പയറായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഡ്രസ്സ് മാറാൻ പോയി. പ്ലെയിനിൽ കയറുമ്പോൾ ഏത് ഡ്രസ്സ് ഇടണമെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ മനസ്സിലുള്ള ഡ്രസ്സൊന്നും ഇട്ടല്ല ഞാൻ പ്ലെയിനിൽ കയറിയത്. കാരണം ലഗേജ് കൂടുതലായിട്ട് അവരെടുത്ത് മാറ്റാൻ പറഞ്ഞപ്പോൾ ബാഗിലുണ്ടായിരുന്ന ഡ്രസ്സ് മൊത്തം ഞാനെടുത്ത് ഇടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി ടൈമായപ്പോൾ സ്കൂട്ടായിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ്. അങ്ങനെ ഇത് ഫിലിപ്പീൻസിൽ നിന്ന് സ്കൂട്ടിലോട്ട് സിംഗപ്പൂർ ഇറങ്ങാൻ വേണ്ടി കയറുന്നതായിരുന്നു. അങ്ങനെ ഒരു ക്യൂട്ട് എയർ ഹോസ്റ്റസ് അവിടെ എല്ലാവരെയും വെൽക്കം ചെയ്യാൻ വേണ്ടി നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിലോട്ട് അകത്ത് കയറിയപ്പോൾ തന്നെ നല്ല തിരക്കായിരുന്നു. ഫ്ലൈറ്റ് എല്ലാവരും കയറുന്നേ ഉള്ളായിരുന്നുള്ളൂ. നല്ല ചൂടുണ്ടായിരുന്നു. ആദ്യം എന്നെ കണ്ടാൽ അറിയാൻ കുറേ ഡ്രസ്സ് വാരിയിട്ടിട്ടുണ്ട്. പിന്നെ AC അങ്ങോട്ട് ഓണായി. പിന്നെ ഒന്നും കാണാൻ പറ്റാത്ത വിധം പുകയായിരുന്നു ഗൈസ്. കുറേ നേരം പുകച്ച് AC ഇട്ട് കൂട്ടുകാർ ഞങ്ങളെ പുകച്ച് പുറത്ത് ചാടിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ ഇരുന്ന് എടുക്കുന്നുണ്ടായിരുന്നു. പുറമേ എൻ്റെ അകത്തൊരു 4 ഡ്രസ്സ് ആണെങ്കിൽ 4 അല്ല, ഇതിൻ്റെ അകത്ത് കുറേ ഡ്രസ്സുണ്ട് ഗൈസ്. പിന്നെ കുറച്ചുകൂടെ രാത്രി ലൈറ്റൊക്കെ അണച്ചപ്പോൾ ഫുള്ള് പുകയായിരുന്നു, പുകമയം. സ്കൂട്ടിൽ എപ്പോൾ കയറിയാലും ഈ പുകമയം നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഇപ്പോൾ ടേക്ക് ഓഫിൻ്റെ സമയമായി. അങ്ങനെ ഞങ്ങൾ ഹാപ്പി. അകത്ത് നിറച്ച് പുകയായിരുന്നു. പിന്നെ പുകയത്തിരുന്ന് വീഡിയോ എടുക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ഏതോ പ്രേതത്തിൻ്റെ മാതിരി ലുക്കൊക്കെ ആയിരുന്നു പുകയിലിരുന്ന് വീഡിയോ എടുത്തപ്പോൾ ഞങ്ങൾക്കുണ്ടായിരുന്നത്. പിന്നെ തണുപ്പായതുകൊണ്ട് ഹൂഡിയൊക്കെ ഇട്ടുകൊണ്ട് പിന്നെ കറക്റ്റ് ലുക്ക് ഏതാണെന്ന് നിങ്ങൾക്ക് തന്നെ കാണുന്നവർക്ക് തന്നെ തോന്നിയിട്ടുണ്ടാകും കറക്റ്റ് എന്താ ലുക്കെന്ന്. എന്നാലും പുക കാണുമ്പോൾ എന്തോ വീഡിയോ എടുക്കാനൊരു ടെൻഡൻസി. അങ്ങനെ പുകയത്തിരുന്ന് കുറേ വീഡിയോ അങ്ങ് എടുത്തു. ഇനിയാണ് നമ്മളുടെ റിയൽ ടേക്ക് ഓഫ് നടക്കാൻ പോകുന്നത്. അങ്ങനെ നമുക്ക് പറഞ്ഞാലോ. ഇതെൻ്റെ 6ാമത്തെ പ്രാവശ്യം കയറുന്ന ഫ്ലൈറ്റാണ്. എന്നാലും ടേക്ക് ഓഫിൻ്റെ സമയം താഴെ ഞാൻ എപ്പോഴും നോക്കിയിരുന്ന് വീഡിയോസ് എടുക്കാറുണ്ട്. അതെന്തോ ഒരു പ്രത്യേക ഒരു ഭംഗിയാണല്ലോ കാണാൻ. ഏറ്റവും വിഷമം വിൻഡോ സീറ്റ് കിട്ടാത്തപ്പോഴാണ്. ഇത് കാണാൻ പറ്റില്ലല്ലോ എന്ന സങ്കടമായിരിക്കും. എന്നാൽ ഇരിക്കുന്ന സീറ്റിൽ നിന്ന് എത്തി വലിഞ്ഞ് താഴോട്ട് നോക്കുക, അതാണ് എൻ്റെ മെയിൻ പരിപാടി. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഫ്ലൈറ്റിൻ്റെ അകത്ത് ലൈറ്റൊക്കെ ഇട്ട് AC നിന്ന് വന്ന് തണുപ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നോർമലായിട്ട് നല്ല
Please note that consumption of outside food and drinks are not allowed on Scoot flight. വാങ്ങിച്ച് തരാൻ പോകുന്നത്. അങ്ങനെ എന്തിനോ വേണ്ടി ഫ്രണ്ടിലിരുന്ന ഫുഡിൻ്റെ മെനു കാർഡൊക്കെ എടുത്ത് നോക്കി ഞങ്ങൾ എന്ത് വേണം ഒന്നും വാങ്ങിക്കാനല്ലെങ്കിലും എന്ത് വേണമെന്നൊക്കെ നോക്കിയിരിപ്പുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നന്ദിനെയും ലാപ്പ് എടുത്തിട്ട് ജസ്റ്റ് മെഡിക്കോ തിങ്സ് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യാറില്ല ഗൈസ്. സത്യം അതൊന്നുമല്ല, ജസ്റ്റ് ഒരു സിനിമ കാണാൻ വേണ്ടി എടുത്തായിരുന്നെങ്കിലും നേരത്തെ ടാബ് ഓപ്പൺ ആയിരുന്നത് നോട്ടിൻ്റെ PDF ആയിരുന്നു. അങ്ങനെ ജസ്റ്റ് PDF ഒക്കെ എടുത്ത് വെച്ചതല്ല, നേരത്തെ അത് ഓപ്പൺ ആയിരുന്നു, അതായിരുന്നു സത്യം. പിന്നെ ഫ്ലൈറ്റ് ഒരു രക്ഷയില്ലാതെ നല്ല ഭംഗിയായി മാറിക്കൊണ്ടേ ഇരിപ്പുണ്ടായിരുന്നു. The penalties for drug-related offences in Singapore. Thank you. അങ്ങനെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാറായി എന്ന് അനൗൺസ്മെൻ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇരുന്ന് ഉറങ്ങി, മുടിയൊക്കെ നല്ലപോലെ കൊളായിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തൊക്കെയോ ചെയ്ത് മുടീനെയൊക്കെ ജസ്റ്റ് ഒന്ന് കെട്ടി അവിടെ വെച്ച്, പിന്നെ കുറച്ച് മേക്കപ്പ്, എൻ്റെ ഐലൈനറും എല്ലാം പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഐലൈനറൊക്കെ വരച്ച് സെറ്റായിട്ടുണ്ടായിരുന്നു. കരി വരയ്ക്കുന്നു, ഐലൈനർ വരയ്ക്കുന്നു, കണ്ണ് തുറക്കുന്നു, മുകളിലൊക്കെ ആക്കുന്നു, തുടയ്ക്കുന്നു, എന്തൊക്കെയൊക്കെയോ നടക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ കരിവരി കവിളിലൊക്കെ തേച്ച് അതും തുടച്ച് പിന്നെ നോക്കിയപ്പോൾ അതേ ലാൻഡിങ് സീൻ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. വീണ്ടും എന്തോ അടുത്ത് വീഡിയോ എടുക്കാൻ തുടങ്ങി. ലാൻഡിങ്ങിൻ്റെ സമയത്ത് ഇത് സിംഗപ്പൂരുള്ള ലാൻഡിങ് ആയിരുന്നു. അതും നല്ല താഴെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഇത് ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കടലിൻ്റെ മുകളിലായിരുന്നു, അതുകൊണ്ട് തന്നെ നിറയെ ബോട്ടൊക്കെ കാണാമായിരുന്നു. ഈ സീനൊക്കെ എത്ര കണ്ടാലും മതി വരാത്തൊരു സീനായിരുന്നു. ഈ ബോട്ടിൻ്റെ ഒക്കെ ഫ്ലൈറ്റ് ഇരുന്ന് ഈ ബോട്ടൊക്കെ കാണുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ ലാൻഡ് ചെയ്തു ഫ്ലൈറ്റ്. അപ്പോൾ മനില ടു സിംഗപ്പൂർ ഇത്രയേ ഉള്ളൂ. സിംഗപ്പൂർ ഇറങ്ങിയതിന് ശേഷമുള്ള വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഗായ്സ്.